നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 ബാധിച്ച് ദുബായിൽ ഒരു മലയാളി കൂടി മരിച്ചു. കൊല്ലം ചടയമംഗലം സ്വദേശി രതീഷ് സോമരാജനാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ടാക്സി ഡ്രൈവറായിരുന്ന രതീഷിനെ ശ്വാസതടസ്സത്തെ തുടർന്ന് ഈ മാസം 12-നാണ് അൽബർഷയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. 35 വയസ്സായിരുന്നു. അൽബർഷയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി വൈകിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ മാസം 12 മുതൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രതീഷ്. കല്ലുംകൂട്ടത്തിൽ സോമരാജിന്റെയും ലളിതയുടെയും മകനാണ്. മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ബുധനാഴ്ച സംസ്കരിക്കുമെന്ന് ദുബായിലെ ബന്ധുക്കൾ അറിയിച്ചു. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 23 ആയിരിക്കുന്നു. കൊറോണ മാത്രമല്ല, മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പ്രവാസ ലോകത്ത് മരിക്കുന്ന പ്രവാസികളുടെ നിരക്കും ഉയരുകയാണ്. ഹൃദയാഘാതം മൂലം പ്രവാസി മലയാളി സൗദി അറേബ്യയിലെ റിയാദിൽ മരിച്ചു. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി പത്മവിലാസം രാധാകൃഷ്ണനാണ് മരിച്ചത്. എക്സിറ്റ് 12-ലെ സ്വകാര്യ അറബിക് സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. തിരുവനന്തപുരം സ്വാന്തനം പ്രവാസി കൂട്ടായ്മ അംഗം കൂടിയാണ് ഇദ്ദേഹം. ഹൃദയാഘാതം ഉണ്ടായതോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഭാര്യ ദീപറാണി, മക്കൾ ആദിത്യ കൃഷ്ണൻ, അതിഥി കൃഷ്ണൻ. മരണാനന്തര നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.